ഹലോ ഗായ്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങൾക്ക് ഇവിടെ സുഖം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മുടെ വെയിറ്റ് ലോസ് ചാലഞ്ചിൻ്റെ 33ാമത്തെ ദിവസമാണ്. അപ്പോൾ ഇതാ രാവിലെ തന്നെ മക്കളെ ഡ്രോപ്പ് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇന്ന് എന്താ പറയുക, എന്നെ സഹായിക്കാൻ വരുന്ന ഒരു ചേച്ചി ഉണ്ടെന്ന് ഞാൻ പറയാറില്ലേ, അവരിന്ന് രാവിലെ വിളിച്ചിട്ട് പെട്ടെന്ന് ഒരു മരണമുണ്ട്, വരാൻ പറ്റില്ല എന്ന് പറഞ്ഞ്. അപ്പം ആദ്യം നമ്മൾ വരുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ചും കൂടി പ്ലാൻഡായിട്ട് കാര്യങ്ങൾ ചെയ്യും. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ രാവിലെ എണീച്ചിട്ട് കുറച്ച് സ്ലോ ആയിട്ട് പണിയൊക്കെ തുടങ്ങിയതായിരുന്നു കേട്ടോ. അപ്പോൾ പെട്ടെന്ന് വരുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പ്ലാനുകളൊക്കെ ഒന്നും നടക്കില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ ഫുള്ളൊരു ഹറിബറി ആയിരുന്നു. അപ്പോൾ ഫുള്ള് കണ്ടില്ലേ, ആകെ മൊത്തം മെസ്സായി കിടക്കുകയാണ്. അപ്പോൾ ആദ്യം തൊട്ട് പണി തുടങ്ങുകയാണ് കേട്ടോ. എന്നാൽ അവരില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പയർ ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ സുജി പറഞ്ഞു കുഴപ്പമില്ല, നമുക്ക് എന്തെങ്കിലുമൊക്കെ പുറത്തുനിന്ന് ആക്കാമെന്ന് പറഞ്ഞിട്ട് സുജി കൊണ്ടുവരാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ആദ്യം നമുക്ക് ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. മക്കൾക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഞാൻ ഉണ്ടാക്കി കൊടുത്തയച്ചു. നമുക്കെല്ലാവർക്കും ഉള്ള ബ്രേക്ക്ഫാസ്റ്റ് സുജി വാങ്ങിക്കൊണ്ടുവരാമെന്നും പറഞ്ഞപ്പോൾ പിന്നെ ക്ലീനിങ്ങിന് ഒക്കെ കടന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ ആദ്യം തന്നെ ഞാൻ ആ ഡിഷ് വാഷറിൽ ഞാൻ തലേന്ന് കുറച്ച് പാത്രമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ അങ്ങോട്ട് എല്ലാ പാത്രങ്ങളും അതിൻ്റെ സ്ഥാനത്ത് അങ്ങോട്ട് കൊണ്ടുവെക്കാമെന്ന് വിചാരിച്ചു. ഈ അടുക്കളയിൽ വെക്കേണ്ടത് ഇവിടെയും പിന്നെ മെയിൻ അടുക്കളയുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ എന്താ പറയുക, ഗ്ലാസ് പ്ലേറ്റ്സ് അങ്ങനത്തെ ഒക്കെ അവിടെയാണ് കൊണ്ടുവെക്കാറ്. അപ്പോൾ അങ്ങനെയൊക്കെ അതൊക്കെ ആ അടുക്കളയിൽ ജസ്റ്റ് കൊണ്ടുവച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ കുറേ അധികം പാത്രം കഴുകാനുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് പകലും ഇതൊന്നും കൂടെ ഓണാക്കിയിടാം എന്നൊക്കെ ഉള്ള ഒരു ഇതിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്താ പറയുക, അതിലുള്ള വേസ്റ്റും കാര്യങ്ങളൊക്കെ കളഞ്ഞിട്ട് ഞാൻ എല്ലാം അതിലേക്ക് വെക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ കുറേ വേസ്റ്റ് ഉണ്ട്, അതും ഇതൊക്കെ ആയിട്ട്. പിന്നെ അതൊക്കെ എടുത്ത് ഞാൻ കളഞ്ഞ് പിന്നെ ഡിഷുകളൊക്കെ ഡ്രെയിൻ ചെയ്യാൻ വെക്കുന്ന ഒരു ബാസ്ക്കറ്റ് ഉണ്ടല്ലോ, അതിലും നമ്മൾ കൈകൊണ്ട് കഴുകിയതൊക്കെ അങ്ങനെ അതിൽ വെക്കുകയാണ് ചെയ്യുക. അപ്പോൾ അതിലെ സാധനങ്ങളും കൂടി പ്ലേറ്റ്സും കാര്യങ്ങളൊക്കെ എടുത്ത് അത് ഒഴിവാക്കിയിട്ട് എന്നാൽ പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ കഴുകാനുള്ളത് ജസ്റ്റ് കഴുകി അയക്ക് ഇങ്ങനെ വെച്ചാൽ മതിയല്ലോ. നമ്മൾ വെള്ളമൊക്കെ എന്താ പറയുക ഡ്രെയിനായി കിട്ടുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയൊക്കെ കേട്ടോ. ഇന്ന് മക്കൾക്ക് സാൻഡ്വിച്ചാണ് ഉണ്ടാക്കി കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ സോസ്, ചീസ്, പിന്നെ സാൻഡ്വിച്ച് മേക്കർ അതൊക്കെ അവിടെ തന്നെ കിടക്കുന്നുണ്ടായിരുന്നു. രാവിലെ ഒരു ഓട്ടമായിരുന്നല്ലോ, നമ്മൾ വിചാരിക്കാണ്ട് പെട്ടെന്ന് പണി കിട്ടണതല്ലേ. അപ്പോൾ അതുകൊണ്ട് കേട്ടോ എല്ലാം അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നീറ്റായിട്ട് എടുത്തു വെച്ചു. ഫ്രിഡ്ജിലേക്ക് വെച്ചു. അങ്ങനെ മൊത്തം പിന്നെ എന്താ പറയുക, കൈകൊണ്ട് കഴുകേണ്ട കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ സിങ്കിലേക്ക് ഇട്ട് വെച്ചു കേട്ടോ. പിന്നെ എന്താ പറയുക, ഡിഷ് വാഷറിൽ പാത്രങ്ങളൊക്കെ വെച്ചിട്ട് ഞാൻ അങ്ങനെ തന്നെ വെക്കുകയാണ് ചെയ്തത് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുമല്ലോ, അപ്പോൾ അതിൻ്റെ ഒപ്പമുള്ള എന്താ പറയുക പാത്രങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതും കൂടി വെച്ചിട്ട് അങ്ങോട്ട് ഓണാക്കാമെന്ന് കരുതി കേട്ടോ. പിന്നെ തലേന്ന് ഞാൻ കടല വെള്ളത്തിട്ടുണ്ടായിരുന്നു, വെള്ളക്കടല ഉണ്ടല്ലോ, ഇന്ന് കടലക്കറി ആക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട്. അപ്പോൾ എന്തായാലും ഉണ്ടാക്കുന്നില്ലല്ലോ, അപ്പോൾ ഞാനത് അങ്ങനെ തന്നെ ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് വേറൊരു പാത്രത്തിലാക്കിയിട്ട് ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ചു കേട്ടോ. നാളെ നമുക്ക് എടുക്കാം വിചാരിച്ചിട്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ എല്ലാവരും ഈ ഫ്രിഡ്ജിലുള്ള വെള്ളക്കുപ്പി എടുത്തിട്ടാണ് കേട്ടോ ഇങ്ങനെ റൂമിലേക്കൊക്കെ കൊണ്ടുപോകുക കുടിക്കാനൊക്കെ, ഞാനും ഒക്കെ എല്ലാവരും. അപ്പോൾ അങ്ങനെ അപ്പോൾ കൈകൊണ്ട് പിടിച്ചിട്ടും നമ്മൾ വായോണ്ട് കുടിച്ചിട്ടും ഒക്കെ ആ സൈഡിലൊക്കെ ഇങ്ങനെ എപ്പോഴും ചളിയൊക്കെ വരുമല്ലോ. അപ്പോൾ എന്നും ഒരു ലോഡ് കുപ്പി ഉണ്ടാവും കേട്ടോ കഴുകാൻ രാവിലെ തന്നെ. അപ്പോൾ അതൊക്കെ ഞാൻ കഴുകി വെക്കുകയാണ്. എന്നാൽ ഇതിലൊക്കെ വെള്ളം റീഫിൽ ചെയ്തിട്ട് നമുക്ക് ഫ്രിഡ്ജിലോട്ട് തന്നെ വെക്കാം. ഇത് വെച്ചാലാണല്ലോ നമുക്ക് ഫ്രിഡ്ജിൽ നിന്ന് എടുക്കാനുണ്ടാവുക. അപ്പോൾ അത് വിചാരിച്ചിട്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ നന്നായിട്ട് ഉള്ളിലേക്കൊക്കെ കഴുകി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് സ്നാക്സുകളൊക്കെ ഇട്ട് വെക്കുന്ന പാത്രമാണ് കേട്ടോ. ഞാനത് ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. ഇപ്പോൾ 1 വർഷമായിട്ട് ഒന്നും കേട് പറ്റിയിട്ടില്ല. ഒന്നിന് മാത്രം എന്താ പറയുക, അടപ്പിൻ്റെ സൈഡ് അങ്ങനെ ക്ലിപ്പ് പൊട്ടിപ്പോയിട്ടുണ്ട്. അതും നല്ല ഹൈറ്റീന്ന് ഇതിൽ ഫുൾ വെയിറ്റ് ഉള്ള ടൈമിൽ, അതായത് നല്ല സ്നാക്സ് ഉള്ള ടൈമിൽ നല്ല ഹൈറ്റീന്ന് അങ്ങോട്ട് വീണു പോയപ്പോൾ അതിൻ്റെ ജസ്റ്റ് ഒരു ക്ലിപ്പ് മാത്രം പൊട്ടിപ്പോയതാണ്. ഏതായാലും നല്ല ക്വാളിറ്റി ഉള്ള സാധനം നന്ദി എനിക്ക് മനസ്സിലായിട്ടോ, അത്രേ അതിന് പറ്റിയുള്ളൂ എന്ന് കണ്ടപ്പോൾ. പിന്നെ ഇത് തലേന്ന് ഓരോന്ന് വാങ്ങിയതായിരുന്നു കേട്ടോ, ഷവർമ്മ കൊണ്ടുവന്നതായിരുന്നു. അപ്പോൾ അതിൻ്റെ പാത്രം കഴുകി വെക്കുന്നുണ്ട്. ഇതൊക്കെ എന്താ പറയുക, ഇത് ഞാനിങ്ങനെ എടുത്തു വെക്കും കേട്ടോ ഈ പാർസൽ പാത്രമൊക്കെ. കാരണം ആരെങ്കിലുമൊക്കെ വരിക, എന്തെങ്കിലുമൊക്കെ പാർസൽ കൊണ്ടുപോകാൻ ഉണ്ടാവുക, നമ്മൾ വീട്ടിൽ നിന്ന് എന്തെങ്കിലും ആർക്കെങ്കിലുമൊക്കെ കൊടുത്തേക്കാനുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനത്തെ പാത്രത്തിലാണ് കൊടുത്തേക്കാം കേട്ടോ. എന്നാൽ പിന്നെ നമുക്ക് നമ്മളെ പാത്രം മിസ്സാവുകയില്ല അങ്ങനത്തെ. അതുകൊണ്ട് കേട്ടോ ഞാനിത് എടുത്തു വെക്കും.
അങ്ങനെ ഇതാ മൊത്തം പാത്രമൊക്കെ കഴുകി ഞാൻ എല്ലാം ഒന്ന് തുടച്ചിട്ട് വൃത്തിയാക്കി വെച്ചു കേട്ടോ. എന്നിട്ട് ഈ ഒരു മെയിൻ അടുക്കളയിൽ ഞാൻ നേരത്തെ സാധനങ്ങൾ ഇങ്ങനെ കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്തു വെക്കാനുണ്ട്. അപ്പോൾ കപ്പ് വെക്കേണ്ടടുത്ത് കപ്പും എന്താ പറയുക കുറേ കപ്സ് കഴുകാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴുകി ഉണങ്ങി കിട്ടിയതാണല്ലോ. അപ്പോൾ അതൊക്കെ അതിൻ്റേതായിട്ടുള്ള സ്ഥലത്ത് വെച്ചു. പ്ലേറ്റ്സും പിന്നെ എന്താ പറയുക രാവിലെ ചായ ഉണ്ടാക്കിയ പഞ്ചസാരയും ചായപ്പൊടിയൊക്കെ ഈ ഒരു സൈഡിലാണ് കേട്ടോ വെക്കാം. അപ്പോൾ ഒക്കെ അവിടെ നിന്ന് എടുത്ത് ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ അതൊക്കെ എടുത്ത് വെച്ചു. പിന്നെ ഞാൻ എന്താ നേരത്തെ കഴുകി വെച്ച കുപ്പികളിലൊക്കെ വെള്ളം നിറച്ച് ഫ്രിഡ്ജിലേക്ക് വെച്ചു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നല്ല പണി കിട്ടിയിട്ടുണ്ടായിരുന്നു. കാരണം വെള്ളം നിറയാൻ വേണ്ടിയിട്ട് അവിടെ വെച്ചിട്ട് ഞാൻ വേറെ എന്തോ സാധനം എടുത്ത് വെക്കാൻ പോയപ്പോൾ വെള്ളം നിറഞ്ഞ് അങ്ങനെ ഒലിച്ച് എന്താ പറയുക മൊത്തം അവിടെ വെള്ളമായി. പിന്നെ അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഫുള്ള് ക്ലീൻ ആക്കേണ്ടി വന്നു കേട്ടോ. താഴേക്ക് ജസ്റ്റ് മിസ്സാണ് ആവാഞ്ഞത്. പിന്നെ എന്താ പറയുക കുറച്ച് ബിസ്ക്കറ്റിൻ്റെ കവറ് അത് ഇതൊക്കെ ഉണ്ടായിരുന്നു മക്കൾ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എടുത്ത് വേസ്റ്റിലിട്ടു. പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയ കവറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നീറ്റാക്കി എടുത്ത് വെച്ചു. അങ്ങനെ കുറേ എന്താ പറയുക കുറേ പണി ഉണ്ടായിരുന്നു അവിടെയും കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് നീറ്റാക്കി സമാധാനത്തിൽ എല്ലാം ഒന്ന് തുടച്ചിട്ടപ്പോൾ തന്നെ നമുക്ക് നല്ലൊരു സമാധാനം കിട്ടുമല്ലോ. അത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും സുജി വന്നിട്ടുണ്ടായിരുന്നു. സുജി പാർസലൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇനി സുജിയൊക്കെ ഫുഡ് കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് അതൊക്കെ ഒരു പാത്രത്തിലിട്ട് വെക്കുകയാണ്. പഴംപൊരി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ സ്മെല്ലടിച്ചിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് കഴിക്കാൻ തോന്നി. പക്ഷേ കഴിക്കുന്നില്ല കേട്ടോ. അതൊക്കെ ഞാനൊരു പാത്രത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ പിന്നെ വെള്ളപ്പമാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊരു കാസറോളിൽ ഇട്ട് വെച്ചു കേട്ടോ. പിന്നെ കറിയായിട്ട് എന്താ എന്നിങ്ങനെ നോക്കിയപ്പോഴാണ് കറി ബീഫ് കറിയുണ്ട് മുട്ടക്കറിയും ഉണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് സമാധാനമായി. ഇനി ഞാൻ എന്തെങ്കിലും മുട്ട പെട്ടെന്നാകാൻ വേണ്ടിയിട്ട് ബോയിൽ ചെയ്യാണ്ട് 2 ബുൾസൈ അടിച്ച് കഴിച്ചാലോ എന്നാൽ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ അതാക്കാം എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ച് ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് മുട്ടക്കറി എന്താ പറയുക കണ്ടത്. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് ആ ഉള്ളിയും 2 എഗ്ഗും എടുത്ത് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതൊക്കെ പാത്രത്തിലാക്കട്ടെ. മുട്ടക്കറി നല്ല ക്വാണ്ടിറ്റി ഓരോ 3 പാത്രത്തിലാണ് കേട്ടോ മുട്ടക്കറി വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു 3 എഗ്ഗാണ് ഉണ്ടാവുക എന്നുള്ളത്. പക്ഷെ 6 എഗ്ഗ് ഉള്ള കറിയായിരുന്നു കേട്ടോ. മൊത്തം കുറേ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. പിന്നെ വീട്ടിൽ മമ്മിയുണ്ട്, സുജിൻ്റെ അനിയനും ഉണ്ട്. അപ്പോൾ കഴിച്ച് തീരും എന്നുള്ള പ്രതീക്ഷയിൽ ഉണ്ട് കേട്ടോ. അങ്ങനെ സുജി ഇതാ വെള്ളപ്പും ബീഫ് കറി നല്ല അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞ് കഴിക്കുന്നുണ്ട്. ഞാൻ ഈ ഒരു മുട്ട വെച്ചിട്ട് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്തു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എഗ് റോസ്റ്റ്. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്താ വാഷിംഗ് മെഷീനിൽ തുണി ഇടുകയാണ്. അപ്പോൾ ബ്ലാക്കും വൈറ്റും ഞാൻ സെപ്പറേറ്റ് ആക്കിയിട്ട് വെക്കുകയാണ് കേട്ടോ ചെയ്യുക. കാരണം എന്താ വെച്ചാൽ ബ്ലാക്കിൽ എപ്പോഴും വേറെ തുണികളിൽ നിന്ന് ഈ നൂലൊക്കെ ഇങ്ങനെ വന്നിട്ട് ബ്ലാക്കിൽ ഫുള്ളൊരു ആകെ ഒരു നൂല് ആയിട്ട് ഇങ്ങനെ ഒരുമാതിരി ആവുമല്ലോ. അപ്പോൾ ഞാൻ ബ്ലാക്ക് വേറെ ഇടും. വൈറ്റിൽ പിന്നെ ഇനി വേറെ ഏതെങ്കിലും മറ്റേ കളർ ഇളകിയിട്ടോ ഇതായിട്ടോ ഒന്നും സ്റ്റെയിൻ ആവണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വൈറ്റും വേറെ ഇടും കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാ എല്ലാം വാഷിംഗ് മെഷീനിൽ കുത്തി നിറച്ചിട്ടുണ്ട്. 10 kg വാഷിംഗ് മെഷീൻ ആയതുകൊണ്ട് അത്യാവശ്യം ക്വാണ്ടിറ്റി കൊള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ ഓണാക്കി ഞാൻ അവിടെ ഉണ്ടായിരുന്ന ആദ്യത്തെ അലക്കിയിട്ടതൊക്കെ ഒന്ന് എടുക്കുകയാണ്. ഞാൻ ആ ട്രൗസർ എടുക്കാൻ വേണ്ടി കുറേ ചാടി നോക്കി കിട്ടിയില്ല. പിന്നെ അത് താഴ്ത്തി എടുക്കേണ്ടി വന്നു കേട്ടോ. പിന്നെ ചെറുതുകളൊക്കെ ഈ ഒരു അങ്ങനെ റാക്കുമ്മലാണ് ഇടുക. അപ്പോൾ അതൊക്കെ അതും എടുത്തിട്ട് വന്നു കേട്ടോ. ഇനി പിന്നെ ഇതാവുമ്പോൾ പിന്നെ നമുക്ക് വേറെ ഒന്നും ഇല്ലല്ലോ. അപ്പോൾ വേഗം എടുത്ത് എന്താ പറയുക അയലിലിടാനും സുഖമാണ്. അപ്പോൾ അതൊക്കെ എടുത്തു കൊടുത്തു. പിന്നെ അത് മടക്കി വെക്കുന്ന ഒരു പണിയുണ്ടല്ലോ. അപ്പോൾ ഞാനത് കുറച്ചുകൂടി ഇൻട്രസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, കുറച്ച് ബ്ലൂബെറി ഉണ്ടായിരുന്നു കേട്ടോ. ഞാനത് കേട് വരുന്നതിന് മുന്നേ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അത് നല്ലോണം കഴുകി അത് കഴിക്കാനെടുത്തിട്ടുണ്ട്. അപ്പോൾ മുമ്പിൽ കുറച്ച് എന്താ പറയുക TV ഓണാക്കിയിട്ടിട്ടുണ്ട്. ഞാൻ എന്താ പറയുക തുണി മടക്കി വെക്കുകയും ചെയ്യാം. കുറച്ച് വെള്ളത്തിൻ്റെ ഒരു ബോട്ടിൽ കൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ വെള്ളം കുടിക്കാൻ മടിച്ചാണ്. അതുകൊണ്ട് എപ്പോഴും എൻ്റെ കയ്യിൽ ആകുമ്പോൾ വെള്ളം കൊണ്ട് നടക്കും കേട്ടോ കുടിക്കാൻ വേണ്ടിയിട്ട്. അത് കറക്റ്റ് ഈ വെള്ളം കുടീൻ്റെ കാര്യം മാത്രം ഇപ്പോൾ കറക്റ്റായിട്ട് പോകുന്നുണ്ട് കേട്ടോ. എന്താണെന്ന് എനിക്കറിയില്ല. ഇനി അത് എപ്പോൾ നിൽക്കും എന്ന് എനിക്കറിയില്ല. ഈ ഒരു വർഷം ഞാൻ വിചാരിച്ചൊരു കാര്യമായിരുന്നു വെള്ളം പ്രോപ്പറായിട്ട് കുടിക്കണം എന്നുള്ളത്. അതിപ്പോൾ നല്ലപോലെ പോകുന്നുണ്ട്. അങ്ങനെ മക്കളെ പിക്ക് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയതാണ്. ആ സമയത്ത് ഞാനൊരു 3-4 അത്തിപ്പഴം കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മക്കളെ പിക്ക് ചെയ്ത് വീട്ടിലെത്തിയതിനു ശേഷം പിന്നെ അധികം ഞാൻ വീഡിയോ എടുക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. പിന്നെ ഇതാ ഈവനിങ് ആയപ്പോൾ ഞാൻ മക്കളെ റൂമിലേക്ക് വന്നിട്ടുണ്ട്. ഇതൊന്ന് ക്ലീൻ ആക്കാമല്ലോ. ഇന്നലെ ബാക്കി വെച്ച ക്ലീനിങ് പരിപാടി ഉണ്ടല്ലോ.
ബെഡൊക്കെ ഞാൻ നീറ്റാക്കി ഇട്ടതായിരുന്നു, പക്ഷെ അതിലും മക്കൾ വീണ്ടും ടോയ്സ് കൊണ്ടൊക്കെ കളിച്ചിട്ട് അതിൽ കൊണ്ടിട്ടുണ്ട്. പിന്നെ ഞാനും മക്കളും ഒക്കെ ടോയ്സൊക്കെ നീറ്റാക്കി വെച്ചു കേട്ടോ. പിന്നെ അതിൻ്റെ വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല, ഞാൻ മറന്നു പോയതാണ് കേട്ടോ. ടോയ്സൊക്കെ നീറ്റാക്കി വെച്ചു. പിന്നെയും കുറച്ചും കൂടെ ഉണ്ട് മക്കളുടെ ഡ്രോയറിലൊക്കെ എന്തൊക്കെയോ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഒഴിവാക്കി ഡ്രോയറും കൂടി ക്ലീൻ ആക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോഴാണ് സുജിൻ്റെ അനിയൻ എറണാകുളത്താണ് കേട്ടോ. അപ്പോൾ ഒരു തിരിച്ചു പോവുകയാണ്, ഇവിടെ ഒരു കാര്യത്തിന് വേണ്ടി വന്നതായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ തിരിച്ചു പോവുകയാണ് കേട്ടോ. അപ്പോൾ ഒരു ബൈ ബൈ ഒക്കെ കൊടുത്തു. എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്, എന്താണെന്നറിയില്ല. ഇന്ന് ഈവനിങ് തൊട്ട് ഇങ്ങനെ ഉറക്കം മൂടിലാണ് കേട്ടോ നടക്കുന്നത്. അപ്പോൾ ഒന്ന് കിടന്നാൽ മതി എന്നായിട്ടുണ്ട്. അപ്പോൾ രാവിലത്തെ ഫുഡ് വെച്ചിട്ട് തന്നെയാണ് ഈവനിങ്ങും മക്കളൊക്കെ കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്തത്. ഞാൻ പിന്നെ പ്രത്യേകിച്ച് ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ഗീ റൈസ് ഉണ്ടാക്കി തരാമെന്നൊക്കെ മക്കൾ പറഞ്ഞപ്പോൾ വേണ്ട ബിരിയാണി വേണമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ബിരിയാണി ഉണ്ടാക്കാനുള്ളൊരു മൂടൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ മക്കൾക്ക് ഒരു ബിരിയാണി വാങ്ങിച്ച് അങ്ങോട്ട് കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്തിട്ടോ. ഒറ്റ ബിരിയാണി വാങ്ങിയാൽ മതിയല്ലോ. ബിരിയാണിയിലുള്ള ബീഫും പിന്നെ ആ ബീഫിൻ്റെ ഫ്രൈ ആയിട്ട് സൈഡിലൊക്കെ കണ്ടില്ല, അത് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതോടുകൂടി ഇന്നത്തെ കഴിപ്പ് ഞാനങ്ങോട്ട് നിർത്തി. പിന്നെ ഇതാ ഞാൻ കുളിച്ചും വൃത്തിയായി കുറച്ച് നേരം ഒന്ന് ബുക്ക് വായിക്കാമെന്ന് വിചാരിച്ചു. ഞാനത് പുതിയ വാങ്ങിയതാണ് കേട്ടോ, റാം കെയർ ഓഫ് ആനന്ദി. നല്ല റിവ്യൂ അല്ലേ, അപ്പോൾ അതൊന്ന് വായിച്ച് നോക്കാമെന്ന് വിചാരിച്ചിട്ട്. എനിക്ക് ഇല്ലാത്തൊരു ശീലമാണ് കേട്ടോ, ഇത് വളർത്തിക്കൊണ്ട് വരണം എന്ന് ഞാൻ കുറേ ആയി വിചാരിക്കുന്നു. അതും ഈ ഒരു ജനുവരി സ്റ്റാർട്ട് ചെയ്തപ്പോൾ തുടങ്ങണം എന്ന് വിചാരിച്ചൊരു ശീലമായിരുന്നു കേട്ടോ. പക്ഷേ ഇതുവരെ അത് സ്റ്റാർട്ടാക്കാൻ പറ്റില്ല. അപ്പോൾ ഇന്ന് അങ്ങോട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ അത് കുറച്ചൊരു 4-5 പേജ് വായിച്ചപ്പോൾ എനിക്ക്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഭയങ്കര ഉറക്കം വരുന്നുണ്ട്. ആ ഉറക്കം വീണ്ടും അങ്ങോട്ട് മൂർധന്യാവസ്ഥയിലായി. അപ്പോൾ ഞാൻ വേഗം ഉറങ്ങി കേട്ടോ. സുജി വരാനൊന്നും വെയിറ്റ് ചെയ്തില്ല. പിന്നെ സുജി വന്ന് എന്നെ വിളിച്ചോണർത്താണ് കേട്ടോ ചെയ്തത്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രേ ഉള്ളൂ. നാളത്തെ വിശേഷങ്ങളായിട്ട് നാളെ കാണാം. അടുത്ത വീഡിയോ ആയിട്ട് വരും വരെ ബൈ.